വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് അനുഭൂതിയുടെ തണുത്ത കാറ്റ് വീശിയടിച്ചുകൊണ്ട് പുണ്യങ്ങളുടെ റബീഉൽ അവ്വൽ മാസം വീണ്ടും നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രവാചക പ്രേമികളുടെ ഹൃദയങ്ങൾ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നതോടുകൂടി സന്തോഷിക്കുകയാണ്. സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ജീവനേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന ലോകാനുഗ്രഹിയായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയ മാസം, പ്രപഞ്ചത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ മക്കയിലും മദീനയിലും കാണാൻ കഴിഞ്ഞ പ്രവാചക പ്രേമികളുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന രണ്ട് കാഴ്ചകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, വിശുദ്ധ മക്കയിലെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മക്ക ക്ലോക്ക് ടവറും അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുമെല്ലാം പച്ച നിറത്തിലുള്ള പ്രകാശത്താൽ അലങ്കരിച്ചിരിക്കുന്ന സുന്ദരമായ കാഴ്ച. രണ്ടാമത്തേത്, മദീന മുനവറയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗള ഷെരീഫിന് മുകളിലുള്ള പച്ച കുബ്ബക്ക് നേരെ മുകളിലായി റബീഉൽ അവ്വലിലെ രണ്ടാം രാവിൽ ആകാശത്ത് ചന്ദ്രക്കല കൃത്യമായി വന്ന് നിൽക്കുന്ന സുന്ദരമായ കാഴ്ച. ആകാശത്തിലെ ചന്ദ്രൻ പോലും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണോ എന്ന് തോന്നിപ്പോകുന്ന സുന്ദരമായ കാഴ്ച. ഒരു സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ നിലാവുള്ള രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി. നബി തങ്ങൾ ചുവന്ന വസ്ത്രം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാറി മാറി നോക്കി ആകാശത്തെ ചന്ദ്രനെയും എൻ്റെ മുന്നിലുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും. എനിക്ക് ബോധ്യപ്പെട്ടു, ആകാശത്തെ പൗർണമി ചന്ദ്രനേക്കാളും എൻ്റെ മുന്നിലുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് എത്രയോ മനോഹരമെന്ന്. നമുക്ക് മക്കയിലും മദീനയിലും കണ്ട ആ സുന്ദരമായ കാഴ്ചയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുണ്യങ്ങളുടെ റബീഉൽ അവ്വൽ മാസം വീണ്ടും നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മക്കയിലും മദീനയിലും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന പ്രവാചക പ്രേമികളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രത്യേകതരം സന്തോഷമാണ്. നമ്മുടെ ജീവനേക്കാൾ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ലോകാനുഗ്രഹിയായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയ മാസം, പ്രപഞ്ചത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മമെടുത്ത മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം ലോകമെമ്പാടുമുള്ള പ്രവാചക പ്രേമികൾക്കിടയിലും ഏറെ ചർച്ചയായി മാറിയ, മനസ്സ് നിറച്ച മനോഹരമായ രണ്ട് കാഴ്ചകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, വിശുദ്ധ മക്കയിലെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മക്ക ക്ലോക്ക് ടവറും അതിനു ചുറ്റുമുള്ള കൂറ്റൻ കെട്ടിടങ്ങളുമെല്ലാം പച്ച നിറത്തിലുള്ള പ്രകാശത്താൽ അലങ്കരിക്കപ്പെട്ട മനോഹരമായ ഒരു കാഴ്ച. രണ്ടാമത്തേത്, മദീന മുനവറയിലെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗള ഷെരീഫിന് മുകളിലുള്ള ആ പച്ചക്കുബ്ബയ്ക്ക് നേരെ മുകളിലായിക്കൊണ്ട് റബീഉൽ അവ്വൽ രണ്ടാം രാവിൽ ആകാശത്ത് ചന്ദ്രക്കല കൃത്യമായി വന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ദൃശ്യം. ഈ രണ്ട് കാഴ്ചകളും വെറുമൊരു വെളിച്ചമോ അല്ലെങ്കിൽ ആകാശ കാഴ്ചയോ മാത്രമല്ല, നേരെമറിച്ച് വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള ആ സ്നേഹത്തിന്റെ വല്ലാത്തൊരു അനുഭൂതി നിറയ്ക്കുന്ന കാഴ്ചകൾ കൂടിയായിരുന്നു. മക്ക ക്ലോക്ക് ടവർ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, നേരിട്ട് കണ്ടവരുണ്ടാകും, അതല്ലാതെ വീഡിയോസിലൂടെ മറ്റുമൊക്കെ കണ്ടവരുണ്ടാകും. പരിശുദ്ധ കാബാലയത്തിന് തൊട്ടടുത്ത് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ ഒരു കൂറ്റൻ കെട്ടിടം എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസം കടന്നു വന്നിരിക്കുന്നുവെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ക്ലോക്ക് ടവറിൽ പച്ച നിറം കത്തിക്കാറുണ്ട്. അത് കാണാൻ നല്ല മനോഹരമാണ്. അത്തരത്തിൽ ഈ റബീഉൽ അവ്വൽ മാസം പിറന്നതോടുകൂടി ആ ക്ലോക്ക് ടവറും പരിസരത്തുള്ള കെട്ടിടങ്ങളുമെല്ലാം മുഴുവൻ പച്ച വെളിച്ചത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന, കുളിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നമുക്ക് സ്വർഗവാസികളുടെ വസ്ത്രത്തിന്റെ നിറമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശേഷിപ്പിച്ച നിറമായിരുന്നു പച്ച നിറം. ആ നിറം മക്കയിലെ ആകാശത്ത് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഒരു ചരിത്ര സംഭവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ രാത്രിയിൽ ആ പ്രകാശത്തിൽ ഷാം നാടുകളിലെ കൊട്ടാരങ്ങൾ വരെ പ്രകാശിച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ലോകം അജ്ഞതയുടെയും അക്രമത്തിന്റെയും കൂരിരുട്ടിൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്താണ് പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്.
പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഗോത്രവഴക്കുകൾ പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നിരുന്ന ആ ഇരുണ്ട യുഗം. ആ ഇരുട്ടിലേക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രകാശം ഉദിച്ചുയർന്നത്. ഇന്ന് മക്ക ക്ലോക്ക് ടവറിൽ കത്തുന്ന ആ പച്ച വെളിച്ചം കാണുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് മക്കയിലേക്കും മദീനയിലേക്കും ഓടിയെത്തും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് എന്നറിയാതെ നമ്മുടെ ചുണ്ടുകൾ മന്ത്രിച്ചു പോകും. കാരണം ആ പ്രകാശം പ്രവാചകരോടുള്ള ആദരവാണ്, ആ തിരുപ്പിറവിയിലുള്ള സന്തോഷ പ്രകടനമാണ്. ഇനി രണ്ടാമത്തേത്, പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പള്ളി നടന്ന ഒരു കാഴ്ചയായിരുന്നു. അത് ഏതൊരു മുഅ്മിനിന്റെയും കണ്ണു നിറയിക്കുന്ന, ഹൃദയം കവരുന്ന ഒരു ദൃശ്യമായിരുന്നു. മദീന മുനവ്വറ അത് പ്രവാചക പ്രേമികളുടെ സ്വപ്നഭൂമിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമം കൊള്ളുന്ന ആ മസ്ജിദ് നബവിയിലെ പച്ചക്കുപ്പ. റബീഉൽ അവൽ മാസം 2-ാം രാവിൽ ആകാശത്ത് വിരിഞ്ഞ കൊച്ചു ചന്ദ്രക്കല കൃത്യമായി മദീനയിലെ പച്ചക്കുപ്പയുടെ നേരെ മുകളിലായി വന്നു നിന്ന ഒരു അപൂർവ കാഴ്ച ലോകം കഴിഞ്ഞ ദിവസം കണ്ടു. ആകാശത്തിലെ ചന്ദ്രൻ പോലും മദീനയിലെ പ്രകാശമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണോ എന്ന് തോന്നിപ്പോകുന്നത്ര മനോഹരമായിരുന്നു ആ കാഴ്ച. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ സ്വഹാബിമാർ ഉപമിച്ചിരുന്നത് പൗർണമി ചന്ദ്രനോടാണ്. ഒരു സ്വഹാബി പറയുന്നുണ്ട്, ഞാനൊരു നിലാവുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി. നബി തങ്ങൾ ചുവന്ന വസ്ത്രം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാറി മാറി നോക്കി. ആകാശത്തെ ചന്ദ്രനെയും എന്റെ മുന്നിലിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എനിക്ക് ബോധ്യപ്പെട്ടു. ആകാശത്തെ പൗർണമി ചന്ദ്രനേക്കാൾ എത്രയോ മനോഹരമാണ് എന്റെ പ്രവാചകന്റെ പുഞ്ചിരിക്കുന്ന ആ തിരുമുഖം. അതെ, ആകാശത്തെ ചന്ദ്രന് പ്രകാശം നൽകിയ പടച്ച തമ്പുരാൻ ആ ചന്ദ്രനേക്കാൾ സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചത്. മദീനയിലെ പച്ചക്കുബ്ബയ്ക്ക് മുകളിൽ ചന്ദ്രക്കല ഇങ്ങനെ വന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ മദീനയിലേക്ക് എത്താൻ കൊതിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രവാചക പ്രണയത്തിന്റെ തീജ്വാല ഒന്നുകൂടി ആളിക്കത്തുകയാണ്. പടച്ചവനെ, ആ മദീന മണ്ണിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു പോവുകയാണ്. റബീഉൽ അവൽ മാസം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ആഘോഷത്തിന്റെയോ അല്ലെങ്കിൽ വെളിച്ചങ്ങൾ മാത്രം തെളിയിക്കുന്നതിന്റെയോ ഒരു മാസം മാത്രമല്ല. അതിനുമപ്പുറം വലിയൊരു ആത്മീയ സന്ദേശം ഈ മാസം നമുക്ക് നൽകുന്നുണ്ട്. റബീഉ എന്നാൽ അറബിയിൽ വസന്തം എന്നാണ് അർത്ഥം. പ്രകൃതിക്ക് വസന്തം വരുമ്പോൾ മരങ്ങൾ തളിർക്കാറുണ്ട്, പൂക്കൾ വിരിയാറുണ്ട്. അതുപോലെ മനുഷ്യ മനസ്സുകൾക്ക് വസന്തം നൽകിയ മാസമാണ് റബീഉൽ അവൽ മാസം. അജ്ഞതയുടെ മരുഭൂമിയിൽ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ പൂക്കൾ വിരിയിച്ച പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന മാസം. ആ റബീഉൽ അവൽ മാസത്തിൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ മാസത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ നമ്മൾ സ്നേഹിക്കണം. പ്രവാചകന്റെ ലളിതമായ ജീവിതം, ആ പുഞ്ചിരി, മാതാപിതാക്കളോടും അയൽക്കാരോടും കുട്ടികളോടുമുള്ള ആ ഒരു പെരുമാറ്റം, സത്യസന്ധത, കാരുണ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. തിരുനബിയെ കുറിച്ച് അറിയുമ്പോഴാണ് ആ സ്നേഹം ഹൃദയത്തിൽ കൂടുതലായി വർദ്ധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യവും സ്വഭാവ ഗുണങ്ങളും കുടുംബത്തോടൊപ്പം ഇരുന്ന് വായിക്കാനും പഠിക്കാനും ഈ മാസം നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകരോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള സകല വസ്തുക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും യഥാർത്ഥ ഒരു വിശ്വാസിയാകുന്നില്ല എന്ന്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി വന്ന ആ തിരുനബിയുടെ വഴിയെ ജീവിക്കുക. ഈ റബീഉൽ അവൽ മാസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്ന ഒരു മാസമാക്കണം. പ്രവാചകനെ അറിയാത്തവർക്ക് പ്രവാചകന്റെ കാരുണ്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് നാം എല്ലാവരും കാണിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാണ്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാണ്, പൂവാണം വീശുന്ന റൗള സുവനത്തിൽ കൂടുന്നതെന്നാണ്, ഹൃദയം ചേരുന്നതെന്നാണ്.